ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ബട്ടർഫ്ലൈസ് പാർക്കിനെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണ്. ഇത് ബന്നേർഘട്ടയിലുള്ള നാഷണൽ പാർക്കിൻ്റെ സമീപത്തായി അല്ലെങ്കിൽ അതിനോട് അനുബന്ധിച്ചിട്ടുള്ള ഒരു പാർക്കാണിത്, ബട്ടർഫ്ലൈ പാർക്ക്. അപ്പോൾ ചിത്രശലഭങ്ങളുടെ ഈ ഒരു ലോകത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഞാൻ വളരെ സന്തോഷത്തിലാണ്. ഞങ്ങൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ബന്നേർഘട്ടയിലേക്ക് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയിട്ടാണ് പോയിട്ടുള്ളത്. ഞങ്ങൾ രണ്ട് ഭാഗത്താണ്, അത്രയും ദൂരത്താണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ മജസ്റ്റിക്കിൽ വെച്ചിട്ട് ഒന്നിച്ചിട്ട് പോകും. ഞാനിവിടുന്ന് എൻ്റെ റൂമിൽ നിന്ന് മജസ്റ്റിക്കിലേക്കുള്ള ബസ്സിൽ കയറും, അവളും അങ്ങനെ തന്നെ. അപ്പോൾ അവിടെ എത്തിയിട്ട് ഒരുമിച്ചിട്ടാണ് ഞങ്ങളെല്ലാവരും പോകാറുള്ളത്. അന്ന് രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് മജസ്റ്റിക്കിൽ ബന്നേർഘട്ട ബസ്സിൽ പോയി നേരെ ഇവിടെ ഇറങ്ങിയതാണ്. അപ്പോൾ ഇതാണ് ആ ഒരു ബട്ടർഫ്ലൈ പാർക്കിൻ്റെ ഉള്ളിലേക്കുള്ള പ്രവേശന കവാടം. അതായത് ഇതിനുള്ളിലാണ് ബട്ടർഫ്ലൈസ് എല്ലാം ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു നല്ലൊരു ദൃശ്യ വിസ്മയമായിരിക്കും ഇവിടെ കാഴ്ച. ഞങ്ങൾ അന്ന് പോയപ്പോഴേ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഒരുപാട് ബട്ടർഫ്ലൈസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഈ ഒരു ഫോണിൽ വീഡിയോ എടുക്കാൻ നിൽക്കുമ്പോൾ അത് എത്രത്തോളം ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഈ ഒരു സംഭവമില്ലേ, നമ്മൾ കാണുമ്പോഴേ ഞാനിങ്ങനെ നിറയെ വീഡിയോ എടുത്ത് വെക്കുന്നുണ്ട്. പക്ഷേങ്കിൽ അത് അത്രത്തോളം ഇതിൽ വന്നിട്ടില്ല, നമുക്ക് അത് മനസ്സിലാവുന്നില്ല. ബട്ടർഫ്ലൈസ് ഉണ്ടോ അതിനെ അടുത്ത് പോയി സൂം ചെയ്ത് വെക്കുമ്പോഴാണ് നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. പക്ഷേ മുന്നേ ഞങ്ങൾ ഇവിടെ വന്നപ്പോഴേ, ഇപ്പോൾ കഴിഞ്ഞ വർഷം ഞാനും എൻ്റെ ഫാമിലി എല്ലാവരും കൂടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും ഒരൊറ്റ ബട്ടർഫ്ലൈനെ പോലും ഇതിലേക്ക് കണ്ടിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ചുമ്മാ പേരും പറഞ്ഞിട്ട് അവിടെ വെച്ചതായിരിക്കും, അതിനുള്ളിൽ കാര്യമായിട്ടൊന്നും ഇല്ല എന്നുള്ളത്. അപ്പോൾ ഞങ്ങളിങ്ങനെ യാത്ര ഇവിടെ തീരുമാനിച്ചപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ശരിക്കും നാഷണൽ പാർക്കിലേക്ക് പോവാം, എന്നിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് തിരിച്ചു വരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനോട് തൊട്ടിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു ഇതിൽ തന്നെയാണ് അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇത്. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ പോകാം, പക്ഷെ വലിയ കാര്യം ഉണ്ടാവുമെന്ന് തോന്നില്ല. മുന്നേ പോയപ്പോഴൊന്നും ബട്ടർഫ്ലൈ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേങ്കിൽ അതിനുള്ളിലുള്ളൊരു അറ്റ്മോസ്ഫിയർ അത് ഭയങ്കര ഒരു രസമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് പോകാൻ നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ ഒന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ 50 രൂപയാണ് ഇവിടേക്കുള്ള എൻട്രൻസ് ഫീ വരുന്നത്. പക്ഷേ ഇപ്രാവശ്യം വന്നപ്പോഴേ ശരിക്കും അത്ഭുതപ്പെട്ടു. കാരണം ഞാൻ അന്ന് എക്സ്പീരിയൻസ് ചെയ്ത അതേ ആയിരുന്നില്ല ഇന്ന് മൊത്തം ഞങ്ങൾ നടക്കുന്നിടത്തും ഇരിക്കുന്നിടത്തും പോകുന്നിടത്തും ഒന്നും വേണ്ട, മൊത്തം ബട്ടർഫ്ലൈ ആയിരുന്നു. ഇയാനും ഒക്കെ ഇതിനെ കണ്ടിട്ടേ ഇങ്ങനെ ഭയങ്കര ഹാപ്പി. ഇതെന്താ സംഭവം എന്ന് ഇയാനും മനസ്സിലാവുന്നില്ല. കാരണം ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങളെ നാട്ടുമ്പുറത്തൊക്കെ ആയിരുന്നെങ്കിൽ നമ്മളിത് കാണുന്നുണ്ട്, പിന്നെ അതിൻ്റെ പുറകെ പോകുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ദിവസം ഞാൻ അവിടെ എത്തിയ ആ ഒരു ദിവസം ഇയാനിൻ്റെ കളി കണ്ടപ്പോഴും ഈ ബട്ടർഫ്ലൈനെ കണ്ടപ്പോഴൊക്കെ ഞാൻ എൻ്റെ പഴയ കാലം അല്ല എൻ്റെ ബാല്യകാലമാണ് ഞാൻ ഓർമ്മയിൽ എനിക്ക് വന്നത്. കാരണം എൻ്റെ ബാല്യകാലത്ത് ഞാൻ പിന്നെ പൂമ്പാറ്റയുടെയും മറ്റേ തുമ്പിയുടെ ഒക്കെ പുറകെ പോയി പിടിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു അതൊക്കെ. ശരിക്കും പറഞ്ഞാൽ പ്രകൃതിയായിട്ട് നല്ലോണം ഇണങ്ങിയിട്ടുള്ളൊരു ജീവിതമായിരുന്നു എൻ്റേത്. കാരണം ഞാൻ ബാക്കിയുള്ള കുട്ടികൾ കളിപ്പാട്ടങ്ങൾ കൊണ്ട് കളിക്കുമ്പോഴൊക്കെ എൻ്റെ ഇഷ്ടമൊക്കെ ഇതായിരുന്നു. ഇങ്ങനെ തുമ്പിയെ പിടിക്കുക, പൂക്കൾ പറിക്കുക, പൂമ്പാറ്റയുടെ പുറകെ പോയി പിടിക്കുക, പിന്നെ അങ്ങനെയൊക്കെ ഒരു പ്രകൃതിയായിട്ട് ഇണങ്ങിയിട്ടുള്ള ഒരു ജീവിതമായിരുന്നു. അതുകൊണ്ട് അത്ര തന്നെ എപ്പോഴും ഞാൻ അതിന് തന്നെയാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്. പ്രകൃതിയോട് എത്രത്തോളം നമുക്ക് അടുക്കാൻ പറ്റുമോ അത്രത്തോളം അടുക്കുക, അത് തന്നെയാണ് ഞാൻ ഇപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത്. ഇയാനുവിൻ്റെ
ആ ഒരു കളിയൊക്കെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ബാല്യകാലം തന്നെയാണ് ഓർമ്മ വന്നിട്ടുള്ളത്. പക്ഷേ ഞാൻ ഭയങ്കര പേടിത്തോണ്ടനാണ്. ബട്ടർഫ്ലൈൻ്റെ അത് പറന്നു പോകുമ്പോഴേ ഭയങ്കര കൈമുട്ടും കളിയായിട്ടൊക്കെ പോകുന്നുണ്ട്. പക്ഷേങ്കിൽ ഇത് ഇവൻ്റെ ചുറ്റും കൂടി പറന്ന് കളിക്കുമ്പോഴേ പേടിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് ഓടി വരും. അതൊക്കെ കാണാൻ ഭയങ്കര രസമായിരുന്നു. പിന്നെ ഇവിടെ ചെറിയൊരു വാട്ടറിൻ്റെ ഒരു ഇത് വരുന്നുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതാ പിന്നെ അവിടെ തന്നെ നല്ല ഒരു എന്താ പറയുക വലിയൊരു മീൻകുളമുണ്ട്. നല്ല വലിയ ഫിഷും കാര്യങ്ങളൊക്കെ അതിലുണ്ട്. അപ്പോൾ ഈ അനു അതൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ നടക്കുകയാണ്. ഞാനും എൻ്റെ ഫ്രണ്ടും ഉണ്ട് അതിൽ. അവൾ ഇതുപോലെ വീഡിയോ എടുക്കുകയാണ്. വീഡിയോ എടുത്ത് കുറച്ച് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ സംസാരിച്ചിരുന്ന്. ഇതിനുള്ളിൽ എപ്പോഴും ഒരു തണുപ്പാണ്. പിന്നെ ഇവർക്ക് വേണ്ട ഈ പൂക്കളും കാര്യങ്ങളും എല്ലാണ്ട് ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നമ്മുടെ തണ്ണിമത്തൻ്റെ തൊലിയും ഓറഞ്ചും ഒക്കെ ഇവരിങ്ങനെ വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അതിൻ്റെയൊക്കെ നീരൊക്കെയാണ് ഇവ ചിത്രശലഭങ്ങൾ കുടിക്കാറുള്ളത്. പിന്നെ ഇതാ ഞങ്ങളങ്ങനെ ഒരു പാർക്കിൻ്റെ ഉള്ളിൽ നിന്ന് വേറൊരു റൂമിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതാണ് പ്യൂപ്പ. നിങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവില്ലേ? ഞാനിത് ഒരുപാട് പ്യൂപ്പ എനിക്ക് എന്താ പറയുക, ആ ഒരു സമയത്ത് അത് അറിയണം എന്നുള്ളത് കൊണ്ട് മാത്രമേ ഞാനിങ്ങനെ പ്യൂപ്പ കാണുമ്പോൾ അത് തുറന്ന് നോക്കി ഈ പൂമ്പാറ്റയുടെ മുട്ടയൊക്കെ എടുത്ത് കളയാറുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ എത്ര വലിയ പാപാന്നുള്ളത് പിന്നെ വലുതായപ്പോഴാണ് മനസ്സിലായത്. അതുവരെ ഞാനിങ്ങനെ എന്താ പറയുക, ഈ ഒരു ചെടീൻ്റെ ഉള്ളിലൊക്കെ ഇത് കാണുമ്പോൾ ഞാൻ തുറന്ന് ഇങ്ങനെ നോക്കും മുട്ട ഉണ്ടോ അല്ല പുഴുവാണോ എന്നൊക്കെ ഉള്ളത്. നിങ്ങളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടോ? പിന്നെ ഇതാ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ബട്ടർഫ്ലൈസിൻ്റെ ലൈഫ് സൈക്കിളാണ് കാണാൻ സാധിക്കുക. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ ഇയാനു പിന്നെ അവിടെ ഒരു അക്വേറിയം കണ്ടിട്ട് എന്താ പറയുക അതിങ്ങനെ നോക്കുകയാണ്. ഞാനിങ്ങനെ വീഡിയോ എടുക്കാൻ നോക്കുമ്പോൾ എന്നെ ഇങ്ങനെ കൂട്ടി വിളിച്ച് അവിടെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇയാനു അതൊക്കെ ഇങ്ങനെ ആസ്വദിക്കുകയാണ്. ഇവിടെ പിന്നെ ബട്ടർഫ്ലൈസിൻ്റെ ലൈഫ് സൈക്കിളും പിന്നെ അതിനെ പിൻ ചെയ്ത് വെച്ചിട്ടുള്ളതൊക്കെയാണ് കാണാൻ സാധിക്കുക. ഈ ഒരു സംഭവം ഇല്ലേ ബട്ടർഫ്ലൈസിന് ചെയ്തിട്ടുള്ളത്, അത് ഞാൻ +2 പഠിക്കുന്ന സമയത്ത് ഇൻസെക്റ്റിനെ വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ പിന്നെ എൻ്റെ പഴയ കാലത്തേക്കാണ് യാത്ര പോയത്. അവിടെ എത്തുമ്പോൾ ഇതൊക്കെ പിന്നെയും ഓർമ്മകളിലേക്ക് വന്ന് കൂടുകയാണ്. പിന്നെ ഇതിൻ്റെ അകത്തായിട്ട് തന്നെ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഓഫ് ബട്ടർഫ്ലൈസിനെ കാണാൻ പറ്റുന്നുണ്ട്. ഇതിൽ ഓരോന്നിനും പിന്നെ അതിൻ്റെ സയൻറ്റിഫിക് നെയിമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാനതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല.
ഇതാ ഈ ഒരു സംഭവം എല്ലാവർക്കും അറിയാലോ. ഞാൻ ഇതിനെ ആദ്യമായിട്ടാണ് ഡയറക്റ്റ് കാണുന്നത്. അല്ലാതെ ചിത്രങ്ങളിലും വീഡിയോസിലൊക്കെ ആയിട്ട് മുന്നേ കണ്ടിട്ടുണ്ടെങ്കിലും ഡയറക്റ്റ് കാണുന്നത് ഇപ്പോഴാണ്. പിന്നെ ബട്ടർഫ്ലൈനെ കുറിച്ചിട്ടുള്ള വിവരങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് 2-3 ചില്ലിൻ്റെ കൂടുകളുണ്ട്. പക്ഷേ ഓരോന്നിലും എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഞാൻ അധികം ശ്രദ്ധിച്ചിട്ടില്ല. ചിലതിലൊന്നും കാണാനുമില്ല. പിന്നെ ഇതാ ഈ ഒരു കൂട്ടിലുള്ളത് പ്രൈം മാൻറ്റീസാണ്. അപ്പോൾ ഞാനും ഇതൊക്കെ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. എന്തെങ്കിലും മനസ്സിലായിട്ടാണോ ഉള്ളതോ എന്തോ എന്ന് എനിക്കറിയില്ല. പിന്നെ കുറച്ച് ഇയാനും ആണെങ്കിലും കുറച്ച് ഒബ്സർവ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. ഞാനിങ്ങനെ ഞാൻ ചിലപ്പോൾ കാണാത്ത സംഭവം പോലും ഇയാനും അതാന്ന് പറഞ്ഞിട്ട് ചൂണ്ടി കാണിച്ചു തരും. കുറച്ച് ഒരു ക്യൂരിയോസിറ്റി ഉള്ളൊരു മൈൻഡ് ആണ് ഇയാനുൻ്റേത്. അപ്പോൾ പിന്നെ ഇതൊക്കെ കണ്ട് ഞങ്ങൾ അവിടുന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ കിഡ്സ് പാർക്കും ഉണ്ട്. അപ്പോൾ ഈ ബട്ടർഫ്ലൈ പാർക്കിനെ കുറിച്ചുള്ള ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ചെയ്യുക, കമൻറ്റും ചെയ്യുക. മറന്നു പോകരുത്, ഇപ്പോൾ തന്നെ ചെയ്യണം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ നല്ലൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.